സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ ഡെഡ്പൂൾ 3യുടെ ട്രെയിലർ ബ്രേക്ക്ഡൗൺ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് ഒട്ടനവധി കാര്യങ്ങളാണെങ്കിൽ പറയാൻ ബാക്കിയുണ്ടായിരുന്നു. അതായത് കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ ഡെഡ്പൂൾ 3യുടെ ട്രെയിലർ ബ്രേക്ക്ഡൗൺ നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതുകൂടെ പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിൽ തന്നെ നമുക്കിപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൂവിക്കകത്ത് നമുക്ക് എത്ര ഡെഡ്പൂളിൻ്റെ വേരിയൻസിനെ കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി ആണെങ്കിൽ ഒരു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് പോലുള്ള ഒരു മൂവി ആവാനാണ് ചാൻസ്. അതായത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിവേഴ്സിനെ റിലേറ്റഡ് ആയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു മൂവിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ കാണാൻ സാധിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മൂവിയിൽ ചിലപ്പോൾ കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ നമുക്കറിയാം എന്തായാലും നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ഒട്ടനവധി ടൈം ലൈനിലൂടെ എന്തായാലും ഈ ഒരു മൂവിക്കകത്ത് പോകും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടനവധി ടൈം ലൈനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഒട്ടനവധി വേരിയൻസിനെ അവിടെ ഡെഡ്പൂളിന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിലറിൻ്റെ അകത്ത് അഥവാ ടീസറിൻ്റെ അകത്ത് എനിക്ക് മിസ്സായിപ്പോട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ഷോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തോക്ക് വെച്ച് ഇങ്ങനെ വെടിവെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഗ്ലൗസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഡെഡ്പൂളാണ് എന്നുള്ളൊരു കാര്യം. പക്ഷേ അതേസമയം നമ്മുടെ മെയിൻ ഡെഡ്പൂളിലേക്ക് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരെ ഇരുന്ന ഗ്ലൗസ് ഈ ടൈപ്പ് ആയിട്ടുള്ള ഗ്ലൗസ് അല്ല, അത് വേറെ ഗ്ലൗസാണ്, ഇതും വേറെ ഗ്ലൗസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ ഈ ആ ഒരു തോക്ക് വെച്ച് വെടിവെക്കുന്നത് ഡെഡ്പൂളിൻ്റെ മറ്റൊരു വേരിയൻ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ മൾട്ടിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു എണ്ണം പറയാൻ പറ്റത്തില്ല എത്ര ഡെഡ്പൂളിൻ്റെ വേരിയൻസിന് നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ഒരു മേ ബി ഒരു 5-6 അത്രയൊക്കെ കാണാനായിട്ട് സാധിച്ചേക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡെഡ്പൂൾ 3 റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ലീക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് പരിശോധിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ലീക്സിനെ പറ്റിയിട്ട് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ച് പോയിക്കോളാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ ലീക്സ് വെച്ച് നമ്മൾ ലീക്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരെണ്ണം നമ്മുടെ ഡെഡ്പൂളിൻ്റെ മറ്റൊരു വേരിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ സമുറായി വേരിയൻറ്റ് ഡെഡ്പൂൾ വേരിയൻറ്റിൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ അതിനെ പ്ലേ ചെയ്യുന്നത് നമ്മുടെ റയൻ റെയ്നോൾഡ്സ് തന്നെയാണ്. ആ ഒരു മുടിയൊക്കെ നല്ല രീതിക്ക് വളർന്ന് കിടക്കുന്ന ഒരു ഫേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഒരു സമുറായി ഡെഡ്പൂളിൻ്റെ വേരിയൻറ്റിന് ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിക്കകത്ത് വരുന്ന ഒരു കുറച്ച് വേരിയൻസിന് എന്തായാലും നമ്മുടെ റയൻ റെയ്നോൾഡ്സ് തന്നെയായിരിക്കും പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സമുറായി വേരിയൻറ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വേരിയൻറ്റിനാണെങ്കിൽ ആ ഒരു തോക്കും കാര്യങ്ങളൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടല്ല ആ ഒരു വേരിയൻറ്റിൻ്റെ കയ്യിലുള്ളത്. അതേസമയം ബാക്കി നമ്മുടെ മെയിൻ ഡെഡ്പൂൾ ആയാലും മറ്റേ ആ ഒരു തോക്ക് പിടിച്ച് വെടിവെക്കുന്ന ആ ഒരു ഡെഡ്പൂളിൻ്റെ കാര്യമായാലും അവർക്ക് രണ്ടുപേർക്കും തോക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഉള്ള രീതിയിലായിട്ടുള്ള ഒരു സ്യൂട്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തോക്ക് വെച്ച് വെടിവെച്ചിട്ടുള്ളത് നമ്മുടെ ആ ഒരു സമുറായി വേരിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിന് ഏത് ഡെഡ്പൂളിൻ്റെ വേരിയൻ്റ് ആവാനായിട്ടാണ് ചാൻസ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ചിലപ്പം ലേഡി ഡെഡ്പൂൾ ആവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ലേഡി ഡെഡ്പൂൾ ആണെങ്കിൽ ഈ ഒരു മൂവിക്കകത്ത് കാണും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് നേരത്തെ റൂമറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു റൂമർ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ടൈലർ സ്വിഫ്റ്റ് ഈ ഒരു മൂവിയുടെ ഭാഗമായി വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് റൂമറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൈലർ സ്വിഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ റയൻ റെയ്നോൾഡ്സിൻ്റെ ക്ലോസ് ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ റൂമേഴ്സ് വഴി അറിയാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈലർ സ്വിഫ്റ്റ് ആണെങ്കിൽ ഡാസ്ലർ എന്ന് പറയുന്ന ഒരു മ്യൂട്ടൻ്റ് ആയിട്ട് ഈ ഒരു മൂവിയിലൂടെ വരാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ അതിന് ശേഷം വന്നിട്ടുള്ള റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഡാസ്ലറിൻ്റെ പകരം ലേഡി ഡെഡ്പൂൾ ആയിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു റൂമർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ടൈലർ സ്വിഫ്റ്റ് ഈ ഒരു മൂവിയിലെ ആ ഒരു നമ്മുടെ ലേഡി ഡെഡ്പൂൾ ആയിട്ട് വരാനായിട്ട് ചാൻസ് വളരെ കുറവ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ റയൻ റെയ്നോൾഡ്സിൻ്റെ യഥാർത്ഥത്തിലെ വൈഫായിട്ടുള്ള ബ്ലേക്ക് ലിവ്ലി എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആക്ട്രസ് നമ്മുടെ ഈ ലേഡി ഡെഡ്പൂൾ ആയിട്ട് ഈ ഒരു മൂവിയിലൂടെ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഡെഡ്പൂൾ, അതുപോലെ തന്നെ സമുറായി ഡെഡ്പൂൾ, പിന്നെ ലേഡി ഡെഡ്പൂൾ, അതിനുശേഷം നമ്മളൊരു ഡോഗ് പൂൾ എന്ന് പറയുന്ന ഒരു പട്ടിയുടെ ഡെഡ്പൂളിൻ്റെ വേരിയൻറ്റും വരുന്നുണ്ടെന്ന് നമുക്കിപ്പം ഏറെക്കുറെയൊക്കെ കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിക്കകത്ത് കിഡ് പൂളും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഒരു കിഡിൻ്റെ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ അഥവാ കിഡ് പൂൾ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേ ചെയ്യാനായിട്ട് നമ്മുടെ റയൻ റെയ്നോൾഡ്സിൻ്റെ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ഒരു മൂവിയാണ് ആഡം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൂവിക്കകത്ത് ആ ഒരു ആ ഒരു കുട്ടി ആക്ടറിനെ ചിലപ്പോൾ നമ്മുടെ റയൻ റെയ്നോൾഡ്സ് ഈ ഒരു മൂവിക്കകത്ത് കിഡ് പൂളായിട്ട് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും കൺഫേം ആയിട്ടുള്ളൊരു കാര്യമല്ല, ജസ്റ്റ് എൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം, അതുപോലെ തന്നെ റൂമറിലൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഡെഡ്പൂളിന് മാത്രമല്ല വൂൾവറൈൻ്റെ ഒട്ടനവധി വേരിയൻസിനെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു മൂവിയിലൂടെ നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ചോദ്യം വരുന്നുണ്ട്, അതായത് വൂൾവറൈൻ എങ്ങനെയാണ് തിരിച്ചു വന്നത്, മരണത്തിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചു വന്നത് എന്നുള്ളൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗൻ എന്ന് പറയുന്ന മൂവിക്കകത്ത് നമ്മുടെ വൂൾവറൈൻ ആണെങ്കിൽ മരിച്ചു പോയിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സിമ്പിളായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് നമ്മുടെ ലോകം മൂവിക്കകത്ത് കണ്ടിട്ടുള്ള ആ ഒരു വൂൾവറൈൻ അല്ല, ഇത് വൂൾവറൈൻ്റെ മറ്റൊരു വേരിയൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിന് ആൻസറായിട്ട് പറയാനായിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു കാര്യമാണെങ്കിൽ ഷോൺ ലെവിയും ഹ്യൂ ജാക്ക്മാനും അതുപോലെ തന്നെ റയൻ റെയ്നോൾഡ്സും കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണിത്. അപ്പോൾ ഈ വോൾവറൈൻ്റെ വേരിയൻ്റ് ആണെങ്കിൽ നമ്മുടെ വോയിഡിൽ പെട്ടുപോയിട്ടുള്ള ഒരു അവസ്ഥ വരും. അതിനുശേഷം നമ്മുടെ ഡെഡ്പൂളും ആണെങ്കിൽ ആ ഒരു വോയിഡിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു വോൾവറൈനും ഡെഡ്പൂളും തമ്മിൽ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയും അതിനുശേഷം അതിൻ്റെ ഒടുവിൽ ഇവർ രണ്ടുപേരും ആണെങ്കിൽ പിന്നെ ടീമപ്പായി ആ ഒരു വോയിഡിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോകുക എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്നത് പോലത്തുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സീൻ്റെ അകത്താണെങ്കിൽ നമുക്ക് വോൾവറൈൻ്റെ ഒരു പാച്ച് ലുക്കും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഞാനാണെങ്കിൽ ടീസറിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോമിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ള ഒരു വോൾവറൈൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു വോൾവറൈനെ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ വോൾവറൈൻ്റെ മറ്റൊരു വേരിയൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു രണ്ട് വോൾവറൈൻസിൻ്റെ ആണെങ്കിൽ ആ ഒരു ലുക്കും കാര്യങ്ങളും നല്ല രീതിക്ക് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ മാർവലിലാണെങ്കിൽ വേറെ ആക്ടേഴ്സിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന താല്പര്യമുള്ള ഒരു സ്റ്റുഡിയോ ആണ് മാർവലിൻ്റെ. എങ്കിൽ മാർവലാണെങ്കിൽ ഈ പാച്ച് ആയിട്ടുള്ള ഒരു പാച്ച് ഷൂട്ടിലിരിക്കുന്ന ആ ഒരു വോൾവറൈനെ ചിലപ്പോൾ മറ്റൊരു ആക്ടറിനെ കൊണ്ടായിരിക്കും പ്ലേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഡാനിയൽ റാഡ്ക്ലിഫ് വന്നു കഴിഞ്ഞാൽ അത് പൊളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് ഡാനിയൽ റാഡ്ക്ലിഫിൻ്റെ വോൾവറൈനായിട്ട് ഈ ഒരു മൂവിയിൽ കാണണോ വേണ്ട എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഒരു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതിനുശേഷം വരുന്നൊരു ചോദ്യമാണ് ഈ ഡെഡ്പൂൾ എവിടേക്കാണ് ഈ മൾട്ടിവേഴ്സ് ട്രാവൽ ചെയ്ത് പോകുന്നത് എന്നുള്ളൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറിൻ്റെ അകത്ത് ഡെഡ്പൂൾ ആണെങ്കിൽ ഒട്ടനവധി സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് ഇതേപോലെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ഐക്കോണിക് മൂവ്മെൻറ്റ്സ്, അതായത് ഒത്തിരി ഐക്കോണിക് മൂവ്മെൻറ്റ്സ് നമ്മുടെ ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഈ ഡെഡ്പൂൾ ആണെങ്കിൽ റീവിസിറ്റ് ചെയ്ത ആ ഒരു സീനൊക്കെ നമുക്ക് പിന്നെ ഒന്ന് കാണാനായിട്ട് സാധിച്ചേക്കാം. അതായത് ഡെഡ്പൂളിനെ ആണെങ്കിൽ ആ ഒരു ടിവിയുടെ മോണിറ്റേഴ്സിൽ ഓരോ സീൻ കാണിക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മുടെ തോർ റാഗ്നറോക്ക്, അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ, സിവിൽ വാർ, അതുപോലെ തന്നെ ഫസ്റ്റ് അവഞ്ചർ, ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ പോലത്തുള്ള മൂവീസിൻ്റെയൊക്കെ സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു പോയിന്റിൽ അഥവാ ആ ഒരു ടൈമിലേക്ക് നമ്മുടെ ഡെഡ്പൂൾ പോയതിന് ശേഷം ഈ ഒരു സീന്, ആ ഒരു ഐക്കോണിക് സീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഒന്ന് കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ അതുപോലെ നമ്മുടെ ടീസറിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഡെഡ്പൂളിലാണെങ്കിൽ ടി വിക്കെതിരെ ഒരു സ്നോ ഒക്കെ പിടിച്ചിറങ്ങുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ആ ഒരു ഏജ് ഓഫ് അൾട്രോണിൻ്റെ ആ ഒരു ഇവൻറ്റ് നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാവും. അപ്പോൾ ആ ഒരു ഐക്കോണിക് സീൻ അവിടെ നമുക്ക് പിന്നെയും കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ ഇതല്ലെങ്കിൽ അഥവാ ഏജ് ഓഫ് അൾട്രോണിൻ്റെ ആ ഒരു ഇവൻറ്റ് നടക്കുന്ന ആ ഒരു സമയത്തെ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് നമ്മുടെ വോയിഡിലാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിയുടെ ഒരു മെയിൻ പാർട്ടും നമ്മുടെ വോയിഡിൽ തന്നെയായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടി വി ആണെങ്കിൽ ചിലപ്പോൾ ഒരു നെക്സസ് ഇവൻറ്റ് കോസ് ആയതിന് ശേഷം ആ ഒരു സ്ഥലത്തേക്ക് പോയതിന് ശേഷം അവിടുത്തെ ഉള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പ്രൂൺ ചെയ്ത് കളഞ്ഞേക്കാം. അതിലാണെങ്കിൽ നമ്മുടെ ആ ഒരു ലാൻഡ്സ്കേപ്പും ഉൾപ്പെടും. അതായത് ആ ഒരു സ്ഥലവും ഇപ്പോൾ ഒരു സ്നോ ഒക്കെ നിറഞ്ഞ് കിടക്കുന്ന ഒരു കാട് പോലത്തുള്ള ഒരു സ്ഥലമാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പ്രൂൺ ചെയ്ത് വോയിഡിലോട്ട് അയക്കാൻ നമ്മുടെ ടി വിയെ കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള സംഭവം ചിലപ്പോൾ നമുക്ക് ആ ഒരു വോയിഡിൽ വെച്ച് ആ ഒരു സീക്വൻസ് ആവാൻ നമുക്ക് ചിലപ്പോൾ ആ ഒരു ടീസറിൻ്റെ അത് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയണ്ട. അതായത് നമ്മുടെ ഈ ഒരു സീക്വൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് പല്ലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ടീസറിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള സാവേജ് ലാൻഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ്. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് അത് പറഞ്ഞത് തെറ്റാണെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു പല്ലൊക്കെ ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏത് മൂവിയിലാണെന്നുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ തോർ റാഗ്നറോക്ക് എന്ന മൂവിക്കകത്താണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ഹൾക്കിൻ്റെ ആ ഒരു ബെഡ്റൂം, ആ ഒരു സ്ഥലം, കിടക്കുന്ന ആ ഒരു ബെഡ് ഒക്കെ വെച്ചേക്കുന്ന ഒരു സ്ഥലം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഈ പല്ല് പോലത്തൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു കട്ടിൽ അത് പല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പോലെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മേ ബി തോർ റാഗ്നറോക്കിൻ്റെ ആ ഒരു ടൈമിലേക്കും നമ്മുടെ ഈ ഒരു ഡെഡ്പൂൾ വന്നേക്കാം. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ആ ഒരു തോർ റാഗ്നറോക്കിൻ്റെ സമയത്തേക്ക് പോകാനായിട്ട് ചാൻസ് കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഡോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര പഴഞ്ചമായിട്ട്, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡോറല്ല, പഴയ കാലത്തിലൊക്കെ ഉള്ള ഒരു പോലത്തെ ഡോറായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ടി വിയുടെ ആ ഒരു ആൾക്കാരാണെങ്കിൽ, ഏജൻസ് ആണെങ്കിൽ, ആ ഒരു ഹൾക്ക് കിടന്നിരുന്ന ആ ഒരു പല്ലൊക്കെ ഉള്ള ആ ഒരു കട്ടിലാണെങ്കിൽ പ്രൂൺ ചെയ്ത് ചിലപ്പോൾ വോയിഡിലേക്ക് അയച്ചേക്കാം. അതിനുശേഷം വോയിഡിൽ വെച്ച് നടക്കുന്ന ഒരു കാര്യമായിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അത് അങ്ങനെയും കാണാനായിട്ട് സാധിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പോസിബിലിറ്റി നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കട്ടിലൊക്കെ ഇരിക്കുന്ന ആ ഒരു വോയിഡിൻ്റെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാവും ചിലപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ആ ഈ ഒരു മൂവിക്കകത്തെ മെയിൻ വില്ലനായിട്ട് വരുന്ന കസൻഡ്ര നോവ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നതും. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെഡ്പൂൾ എല്ലാ ആ ഒരു ഐക്കോണിക് മൂവ്മെൻറ്റ്സ് നടന്നിട്ടുള്ള ആ സ്ഥലങ്ങളിൽ പോകാനായിട്ട് ചാൻസ് കുറവാണ്. തോർ റാഗ്നറോക്കിലൊക്കെ പോകാനായിട്ട് ചാൻസ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏജ് ഓഫ് അൾട്രോണിൻ്റെ അകത്ത് പോകില്ലോ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിലും ചാൻസ് ഉണ്ട്, 50-50 ചാൻസ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ടി വി എന്തുവാണ് ഇപ്പോൾ ഇങ്ങനെ, അതായത് നമ്മൾ ഇതിന് മുന്നേ ലോക്കിക്ക് അതൊക്കെ കണ്ടിട്ടുള്ള ടി വി അതുപോലെ തന്നെ ഈ ഒരു ടി വിയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ല രീതിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ടി വി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഈ ഒരു ടി വി ആണെങ്കിൽ ലോക്കി കാരണത്താലും കൊണ്ടാണ് ഇങ്ങനെ മാറിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്.
അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോക്കി ആണെങ്കിൽ ആ ഒരു ട്രീയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനൊക്കെ ശേഷം നടക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വുൾവറൈൻ എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ സ്റ്റോറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്കിയുടെ ആ ഒരു ഇവൻസിന് ശേഷം ആ ഒരു TV കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. അതായത് ലോക്കി ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഒരു ഈ TV ആണെങ്കിൽ ഇപ്പം നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ TV ആണെങ്കിൽ ഇപ്പോഴും പ്രൂണിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലോക്കി ആണെങ്കിൽ ആ ഒരു ട്രീയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അതിനകത്താണെങ്കിൽ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ബ്രാഞ്ച് ടൈം ലൈൻസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പ്രൂണിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് ആ ഒരു നെക്സസ് ഇവൻറ്റ് തടയേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് അവർ പിന്നെ പ്രൂണിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്തോന്ന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ചില ടൈപ്പായിട്ടുള്ള അനോമലീസ് കാണും. അപ്പോൾ അവരെയാണെങ്കിൽ നമ്മുടെ വോയിഡിലേക്ക് പ്രൂൺ ചെയ്ത് വിടേണ്ട ഒരു ആവശ്യം തന്നെയാവും നമ്മുടെ TVയുടെ. അപ്പോൾ അതായത് അവർ ഹെവിലി കുറച്ച് ഡേഞ്ചർ ആയിട്ട് നമ്മുടെ ഈ ഒരു ആ ഒരു ഇട്രാസെല്ല് പോലത്തെ ആ ഒരു നമ്മുടെ അതായത് ആ ഒരു ടൈം ലൈനിന് വേണ്ടിയിട്ട് അതായത് ഹെവിലി കുറച്ചുകൂടെ ഡേഞ്ചർ ആയിട്ട് മാറാനായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സിനെ പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു TV ഇപ്പം ആ ഒരു പ്രൂണിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടീസറിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ആ ഒരു ടെമ്പറൽ ലൂം വെർട്ടിക്കലി ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേ ബി വെർട്ടിക്കൽ ആയിട്ടിരിക്കുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ഈ ടെമ്പറൽ ലൂം അല്ലായിരിക്കും. അതിൻ്റെ പകരം ആ ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ട്രീയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്കൂടായിട്ട് ആ ഒരു ടൈം ലൈനും കാര്യങ്ങളും ഇങ്ങനെ പാസ്സായിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു വെർട്ടിക്കലി വരച്ചേക്കുന്ന ആ ഒരു ചിഹ്നമാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇൻഫിനൈറ്റിൻ്റെ ആ ഒരു ചിഹ്നത്തിൻ്റെ കൂട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ഇൻഫിനൈറ്റ് ബ്രാഞ്ചസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം റെപ്രസെൻറ്റ് ചെയ്യുന്നതും ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ആ മൊത്തം ക്വസ്റ്റ്യൻസും, അതായത് ഈ ഡെഡ്പൂൾ 3യുടെ ടീസർ കണ്ടു കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. അപ്പോൾ എനിക്കതിൽ കുറച്ചൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് അത് ജസ്റ്റ് തിയറീസും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതിൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഷുവറായിട്ട് നടക്കണമെന്നൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു ട്രെയിലറിന് വേണ്ടിയിട്ട് ഇനി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രെയിലറൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് ഓൾ അമർത്തി വെച്ചേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.